എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോർ ഈ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക. കാര്യമായ മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്നു. ആ വ്യക്തി തെറ്റുകൾ ഏറ്റുപറയുന്നു. മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്കായിട്ട് വായിച്ചെടുക്കുകയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനു മുമ്പേ പറയുകയാണെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നു, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും ഏറ്റവും ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുമ്പോഴും അപ്പുറത്തെ തലക്ക് നിന്ന് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ മനസ്സല്ല. ആ വ്യക്തി ഒരു റോബോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം മാത്രം നടപ്പിലാക്കുന്ന വ്യക്തിയോ അല്ല. നിങ്ങൾ ഒരു കാര്യം നല്ല മനസ്സ് കൊണ്ട് പറഞ്ഞാൽ പോലും അപ്പുറത്ത് അത് അതുപോലെ ഉൾക്കൊള്ളണമെന്നില്ല. ആ വ്യക്തിക്ക് വേണ്ടി 100% നിങ്ങൾ ജീവിച്ചാലും ഒരുപക്ഷെ ആ വ്യക്തി അത് കണക്കാക്കണമെന്നില്ല. നമുക്കറിയാം, അങ്ങനെയാണ് ലോകം, അങ്ങനെയാണ് ജീവിതം. പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ടാകും. ജീവിതത്തിൽ നാം ഉദ്ദേശിച്ചതും നാം നടത്തിയ പ്രവർത്തനങ്ങളും നാം പറഞ്ഞ വാക്കുകളും നമ്മൾ നൽകിയ സ്നേഹവും നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടണമെന്നില്ല. അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതവും. എത്ര സ്നേഹിച്ചിട്ടും മനസ്സിലാകാതെ പോകുന്ന ഒരു വ്യക്തിയെ അപ്പുറത്ത് കാണാം. മറ്റുള്ളവർ പറയുന്നതാണ് കാര്യം, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്. മറ്റുള്ളവരാണ് നല്ലത്, നിങ്ങൾ മോശമാണ്. 100 കാര്യം നിങ്ങൾ സഹായം ചെയ്താലും അതിനൊന്നും അതേ രീതിയിൽ കാണില്ല, അതിനൊന്നും അതേ അർത്ഥത്തിൽ കാണില്ല. മറിച്ച് മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ടും കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. അംഗീകരിച്ചില്ലെങ്കിലും അവഹേളിക്കാതെയെങ്കിലും ഇരിക്കാൻ നിങ്ങൾ പലപ്പോഴും പറയുകയും അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിൻ്റെ വിഷമം കൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ട് ആ വ്യക്തി മനസ്സിലാക്കിയില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഓരോ വ്യക്തിക്കും മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആത്മാർത്ഥത കാണിച്ചിട്ട് അതിനെ അവഗണിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടും കൊടുത്ത സ്നേഹം നിങ്ങൾ പിൻവലിച്ചില്ല. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കടന്നു പോയപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചത് ആ വ്യക്തി തിരിച്ചു വരുമെന്നാണ്. ആ വ്യക്തി തിരിച്ചു വരും. പൂർവാധികം സ്നേഹത്തോടെ നിങ്ങളും ആ വ്യക്തി ഒരുമിച്ചുണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രത്യാശിക്കുന്നത്. നിങ്ങളുടെ ശക്തിയോട്, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ശക്തി പോലും നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവഗണിക്കുന്ന റിസൾട്ട് കിട്ടിയപ്പോഴും നിങ്ങൾ ആ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. നിങ്ങളുടെ മനസ്സ് വലിയൊരു അത്ഭുതം തന്നെയാണ്. എന്തോ ആ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആ വ്യക്തി അവഗണിച്ചിട്ടും വിട്ട് കളയാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുന്നില്ല. അതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അത്ഭുതമായി മാറുന്നത്. ആ വ്യക്തി എത്ര സ്നേഹിച്ചാലും, നിങ്ങളെത്ര ആ വ്യക്തിയെ സ്നേഹിച്ചതിൻ്റെ ഫലമാകുന്നില്ല. എന്നിട്ടും ആ വ്യക്തി അവഗണിക്കുകയാണ്. ആ വ്യക്തി ഇനിയുള്ള ജന്മം മുഴുവനും നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചുകൊണ്ടേയിരുന്നാലും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ഫലം ആകുന്നില്ല. കാരണം
നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥതയുള്ളൊരു സ്നേഹമാണ് നൽകുന്നത്. എന്തെങ്കിലും ആ വ്യക്തി മനസ്സിലാക്കി തിരിച്ചു വരുമെന്നാണ് ഓരോ ദിവസവും നിങ്ങൾ സ്വപ്നം കാണുന്നത്. എൻ്റെ വ്യക്തി എല്ലാം മനസ്സിലാക്കി തിരിച്ചെത്തും, എൻ്റെ വ്യക്തി എല്ലാം മനസ്സിലാക്കി എന്നോടൊപ്പം ഉണ്ടാകും, എൻ്റെ വ്യക്തി എല്ലാം മനസ്സിലാക്കി എൻ്റെ ഒപ്പം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അറിയുന്നില്ല. ആ വ്യക്തി എല്ലാവരും അറിയുന്നുണ്ട്, നിങ്ങളെ മാത്രം അറിയുന്നില്ല, നിങ്ങളെ മാത്രം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് മാത്രം പകരം നൽകുന്നില്ല. ബാക്കി എല്ലാ കടങ്ങൾ യഥാസമയത്ത് വീട്ടാനും മറ്റവർക്ക് എന്ത് തോന്നും, അവരെ വിഷമിപ്പിക്കേണ്ട ഇവരെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ ആ വ്യക്തി പറയുമ്പോഴും നിങ്ങൾ അറിയാതെ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ വിഷമം ആര് പരിഗണിക്കും? എല്ലാവർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം നിങ്ങൾക്ക് മാത്രം ഒരു നല്ല വാക്ക് പോലും ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിലാണിപ്പോൾ ജീവിതം കടന്നു പോകുന്നത്. പക്ഷെ കാര്യമായൊരു മാറ്റം ആ വ്യക്തി നിങ്ങളുമായി നന്നായി അകന്ന് നിന്ന സമയത്ത് നിങ്ങളാരാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നുള്ളത് ആ വ്യക്തിക്ക് അനുഭവങ്ങൾ ആ വ്യക്തിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് കാര്യമായ മാറ്റം എന്ന് പറയുന്നത്. 1000 തവണ നിങ്ങൾ പറഞ്ഞാലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ആ വ്യക്തി ഈ അടുത്ത് അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അറിവ് വലുത് തന്നെയാണ്. ആ അറിവ് ആ വ്യക്തിയെ അതിപ്രധാനപ്പെട്ട പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ആ അറിവിലൂടെ ആ വ്യക്തി ചിലത് അറിഞ്ഞിട്ടുണ്ട്. ആ അറിവിലൂടെ ആ വ്യക്തി ചിലത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം പോലും ഭയപ്പെടണ്ട. നിങ്ങൾ അല്പം പോലും ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. കാരണം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ആ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും ഭയപ്പെടണ്ട. ജീവിതത്തിലൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഈ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ വാക്കിന് എന്താണ് അർത്ഥം? നിങ്ങളനുഭവിച്ച വ്യഥകളും ദുഃഖങ്ങളും അവഗണനകളും നിങ്ങളെല്ലാവരും ശരിക്കും അനുഭവിക്കേണ്ടത്. അത് ആൾ മാറി വന്നതുപോലെയാണ്. അതുകൊണ്ട് തന്നെ മാറ്റം അനിവാര്യമായിരുന്നു. ആ മാറ്റം ആ വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളെ ഏത് ഘടകം കൊണ്ടാണ് ആ വ്യക്തി മനസ്സിലാക്കാതിരുന്നത്? നിങ്ങളെ എങ്ങനെയാണ് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ മുന്നോട്ട് പോയത്? അത് തിരുത്തപ്പെടുന്നൊരവസ്ഥയാണ് കാണുന്നത്. അത് തിരുത്തപ്പെടുകയാണ്. ആ അവസ്ഥ തിരുത്തപ്പെട്ട് നിങ്ങളെന്താണോ ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചത്, ആ വ്യക്തി എങ്ങനെ നിങ്ങളെ സ്നേഹിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, അതിലേക്ക് കാര്യങ്ങൾ വരുന്നു. അത് നിങ്ങൾക്കുള്ളൊരു വാഗ്ദാനമാണ്. കാരണം അവഗണിക്കപ്പെട്ടപ്പോഴും മനസ്സ് വേദനിച്ചപ്പോഴും നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഇല്ലാതാക്കിയില്ല. എന്നെങ്കിലും എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള അകൽച്ചയിൽ നിങ്ങളും കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുമായും ബന്ധപ്പെട്ട മറ്റു പലരും നിങ്ങൾ ഉപദേശിച്ചു, പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതിന് അവസാനമായപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് അകന്നു നിന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു വലിയ സത്യം നിങ്ങളോട് പറഞ്ഞു. ആ വ്യക്തി എന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിലൊരു അവയവം പോലെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തോ ആണ്. ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്ത, ഒരിക്കലും മാറ്റിമറിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും, ഞാൻ ഇത്രമാത്രം ഉൾക്കൊണ്ടിട്ടും എന്നെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല, എന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നു, നിങ്ങളെ അറിയാതെ പോകുന്നു, നിങ്ങളെ കൺസിഡർ ചെയ്യാതെ പോകുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു കൺസേൺ ആയിരുന്നു. കാരണം
നിങ്ങൾക്ക് ആ വ്യക്തിയെ മറികടന്നുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല. വലിയൊരു നഷ്ടമുള്ളതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ വ്യക്തിയെ ഇല്ലാതെ പോയാൽ വലിയൊരു നഷ്ടമായതുപോലെ ഒരു ശൂന്യത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അത് ആളുകൾ പറഞ്ഞിട്ടോ ഒന്നുമല്ല, നിങ്ങളങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി ആ വ്യക്തിയാണ് മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തി തെറ്റ് തിരുത്തുകയാണ്. ചില സംഭവങ്ങളുണ്ടായി നിങ്ങളറിയാതെ. നിങ്ങൾ എത്രത്തോളം തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആ സംഭവ വികാസങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും, ആര് പറഞ്ഞു, എന്ത് ചെയ്തു എന്നൊക്കെ. അങ്ങനെ മാറ്റം ഉണ്ടാകാൻ എങ്ങനെയാണോ നിങ്ങളെ വെറുത്തത് അല്ലെങ്കിൽ നിങ്ങളുമായി അകന്നത്, അതിനേക്കാൾ 100 ഇരട്ടി ശക്തിയിൽ നിങ്ങൾക്ക് അനുകൂലമായ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളൊരു പക്ഷേ അതേക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. അതേക്കുറിച്ചൊന്നും കൃത്യമായി നമുക്കും പറയാൻ കഴിയുന്നില്ല. പക്ഷെ സംഭവിച്ചിട്ടുണ്ട്. തെറ്റുകൾ ഏറ്റുപറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആദ്യം ആ വ്യക്തി സ്വന്തം മനസാക്ഷിയോടാണ് തെറ്റുകൾ ഏറ്റുപറഞ്ഞത്. എനിക്ക് തെറ്റ് പറ്റി, ഞാൻ ഇതുവരെ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ തെറ്റായിരുന്നു, എൻ്റെ ചിന്താഗതിയിൽ വലിയ തരത്തിലുള്ള ഒരു നഷ്ടം ഭവിച്ചിരിക്കുന്നു, ഞാനിനി ഇങ്ങനെ പോയാൽ ശരിയാകില്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ പല ദുഃഖങ്ങളും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇപ്പോൾ വലിയ ഒരു വിഷയമായി മാറിയിരിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യം ആ വ്യക്തിയിൽ വന്നിരിക്കുന്നു. അത് ആ വ്യക്തിയെ മനസ്സിലാക്കിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു. താൻ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയുമായിട്ട് താൻ സ്നേഹിക്കാതെ പോയി. അത് നന്ദികേട് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായിട്ട് ഭവിച്ചിരിക്കുന്നു. ഓരോ നിമിഷവും ഞാൻ ഉള്ളുരുകി ജീവിക്കേണ്ടി വരും എൻ്റെ വ്യക്തി ഇല്ലെങ്കിൽ എന്ന് ആ വ്യക്തിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അങ്ങനെയാണ് മാറ്റം ഉണ്ടായത്. അല്ലാതെ ഇത് താൽക്കാലികമായൊരു മാറ്റമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഏതോ ഒരു വലിയ പിരിമുറുക്കം നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ആ വ്യക്തിക്കുണ്ടായിരിക്കുന്നു. ചിലർ ആ വ്യക്തി നല്ലതാണെന്ന് വിചാരിച്ച ചിലരുടെ യഥാർത്ഥ മുഖം ഒരുപക്ഷെ ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ ആകാം. നമുക്കിവിടെ കാര്യകാരണ സഹിതം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ മാറ്റം ഉള്ളിൽ നിന്നുണ്ടായിരിക്കുന്നു. ഇനി ആരെങ്കിലും പറഞ്ഞിട്ടാവണമെന്നില്ല, നിങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ട് ഏതോ ഒരു സാഹചര്യം, ഒരുപക്ഷെ ഏതോ ഒരു പ്രധാന ഘടകം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതാണ്, നിങ്ങൾ സ്വപ്നം കണ്ടതാണ്, എൻ്റെ വ്യക്തി എന്നെ മനസ്സിലാക്കി തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന്. അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതിയില്ല. പക്ഷേ അത് സംഭവിക്കുന്നത് വരെ ക്ഷമിച്ച് ആ വ്യക്തിയെ സ്നേഹിച്ച് മുന്നോട്ട് പോയി നിങ്ങളെയാണ് സമ്മതിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നിങ്ങളെ സമ്മതിക്കണമെന്നുള്ള കാര്യം, നിങ്ങളെ പരിഗണിക്കണമെന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്നെന്നും ഓർമ്മിക്കും. ആ തിരിച്ചു വരുന്ന വ്യക്തി പഴയതുപോലെയല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരു 100 ഇരട്ടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വരുന്നത്. നിങ്ങൾ കേവലം ആ വ്യക്തിയോട് പറയുന്നത് പോലെയൊന്നുമല്ല. നിങ്ങളാ മാറ്റം നിങ്ങൾക്കിനി അടുത്ത നിമിഷം പോലെ അനുഭവിച്ചറിയാൻ കഴിയും. ആ വ്യക്തി ഓരോ കാര്യങ്ങളിലും ഇതുവരെയുള്ള സമീപനമല്ല, എന്തൊക്കെയോ കൃത്യമായൊരു മാറ്റം ആ വ്യക്തിയിൽ വരുന്നു. ഈ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ശക്തിയാണ് നിങ്ങളിത് കാണാൻ പോകുന്നത്. ഒരാളും അതിനെ തച്ചുടക്കാനായിട്ട് ഒരാൾക്കും കഴിയില്ല. ഒരാൾക്കും അതിനെ ഒന്നും മാറ്റിമറിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. യഥാർത്ഥ ആത്മാർത്ഥതയുടെ ശക്തി നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. ഈ സ്നേഹമെന്ന് പറയുന്ന കാര്യത്തിന് ഇത്രയും മൂല്യമുണ്ടോ? അത് എല്ലാ
പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് വിജയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.